ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റും ക്യാബേജും കൊണ്ട് പൊറോട്ട ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ആക്കിയിട്ട് ഇരിക്കല്ലേ ഇങ്ങനത്തത്. ഞാൻ സാധാരണ ഇങ്ങനത്തെ എല്ലാം ആയിക്കൊണ്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ലൈക്ക് ആയെങ്കിൽ നിങ്ങൾ ഒന്ന് ആക്കിയിട്ട് കമൻറ്റ് പറയണേ, എങ്ങനെയുണ്ട്, ടേസ്റ്റ് ആയിനാ നല്ല അതിനാന്നിട്ട്. എൻ്റെ പിള്ളേർക്ക് ഇഷ്ടം ഇങ്ങനത്തെ എല്ലാം ആക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആക്കുന്നത്. അപ്പോൾ ക്യാബേജും പച്ചമുളകും ഉള്ളിയും ഇട്ടിട്ട് ചോപ്പറിൽ അരിഞ്ഞിട്ട് എടുക്കണം. അതിനെ എടുത്തിട്ട് പിന്നെ ക്യാരറ്റിനെ ജ്യൂസിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കണം. കേട്ടത് ഈ മാതിരി നല്ല സ്മൂത്ത്ലി അരച്ചിട്ട് എടുത്തിട്ട് വെക്കണ്ട. ക്യാബേജും പിന്നെ ഉള്ളിയും പച്ചമുളകും ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ഇത് ഗോതമ്പത്തിൻ്റെ ഇതെടുത്ത് കടലപ്പൊടി എടുത്ത് കുറച്ചോ, കടലപ്പൊടി കുറച്ചോ, പിന്നെ ഇത് ഗ്രേറ്റ്, പിന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസ്, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ചോ മഞ്ഞൾപ്പൊടി എടുത്ത്, പിന്നെ കറുത്ത എള്ള്. ഇത്ര സാധനം വേണം ഇതാക്കാൻ. കണ്ട, അങ്ങനെ കുറച്ച് വെള്ളം കുറേ വേണമില്ല. തണ്ണി എന്തെല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ക്യാബേജിലെല്ലാം തണ്ണി ഇരിക്കുന്നല്ലേ, അപ്പം അതിനെല്ലാം ഒക്കെ തട്ടിയിട്ട് മിക്സാക്കി ഒന്നും കൂടി ഫസ്റ്റ് എല്ലാം മിക്സാക്കണോ. മിക്സാക്കിയിട്ട് ഇത് തണ്ണി ബീത്തിരണ്ടേ വേണ്ട. ഇപ്പോൾ എന്തെങ്കിലും തണ്ണി ഏറും ബീത്തിയെങ്കിൽക്ക് ഫസ്റ്റ് വേണമെങ്കിൽ മാത്രം കുറച്ചിട്ടെങ്കായി ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഞാൻ ഇതിനിപ്പോൾ കുഴച്ചിട്ട് എടുത്ത് കണ്ട. ഇനി കുറച്ചിലേക്ക് തണ്ണി വേണ്ടി വരും. അത് നിങ്ങൾക്ക് ആക്കിയിട്ട് നോക്കിയിട്ട് എൻ്റെ ചെല്ലോണം എങ്ങനെ ഉണ്ട്. ഇതാ നല്ല കുഴച്ചിട്ട് കുറച്ച് വെള്ളം കുറച്ച് തന്നെ ബീത്തിയിട്ട് പിന്നെ എണ്ണ ബീത്തിയിട്ട് നല്ല സ്മൂത്ത് ഇതാക്കിയിട്ട് ഒരു അരമണിക്കൂർ ഞാനൊരു തുണി മൂടിയിട്ട് വെക്കുന്ന. അപ്പൊക്കെ ഞാൻ നനച്ചിട്ട് ഇതാക്കിയിട്ടല്ലേ വരുന്ന. പുറത്ത് പോയിട്ട് പുറത്തിലത്തെ പണിയെല്ലാം ഫിനിഷ് ആക്കിയിട്ട് ഉള്ളിലേക്ക് വരുന്ന. പറയണേ എങ്ങനെയുണ്ട് ആക്കിയിട്ട്. എന്തെങ്കിലും കമൻറ്റിൽ പറയണേ എങ്ങനെ അതിന് നല്ല അതിനാലിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊന്ന് ആക്കിയിട്ട് നോക്കി, പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഇത് ചപ്പാത്തി പോലെ തന്നെ പരത്തിയിട്ട് എന്താ മാത്രം നെയ്യും എണ്ണയും ജാസ്തി ഇരിക്കും. അതിനല്ലേ ഇന്നെ പൊറോട്ട ചെന്നത്. അതിന് ഫ്രൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് എടുക്കണം. നല്ല ഫ്രൈ ആക്കിയിട്ട് ഇത് മാതിരി ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് എൻ്റെ പറയണം, മറക്കല്ലേ പറയാൻ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും എല്ലാം ആക്കണോ. നല്ല ചന്തയില്ലേ, നല്ല കാണാൻ നല്ല ആയിട്ടില്ലേ, നല്ല ഉണ്ട്. തിന്നാനോ അതുപോലെ നല്ല ഉണ്ട്. അതിങ്ങ മയനീസിൻ്റെ കൂടെ തിന്നാം, സോസിൻ്റെ കൂടെ തിന്നാം, തൈര് പഞ്ചാര ഇട്ടിട്ട് അങ്ങനെ തിന്നാം, പിന്നെ ടൊമാറ്റോ ചട്നി ആക്കിയിട്ട് അങ്ങനെയും തിന്നാം. പിന്നെ അതിന് ശേഷം നെയ്പാങ്ങനെ നല്ല നെയ്പാങ്ങൾ തേക്കണം. എനിക്ക് എൻ്റെ അടുത്ത് നെയ്യ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയ നെയ്യ് ഉണ്ടാഞ്ഞ് നല്ല പാങ്ങൾ വെച്ച് എൻ്റെ കുഞ്ഞി ചിക്കുടി ആങ്ങളുടെ കുഞ്ഞിത് എൻ്റെ ഓള് ഫസ്റ്റ് ഞാൻ ഓൾക്ക് കൊടുത്തു തിന്നാൻ. ഓൾക്ക് ഇഷ്ടപ്പെട്ടു, ഓളൊന്ന് തിന്ന്. ഞാൻ കറി എന്തിട്ടാക്കി എൻ്റെ മക്കൾക്ക് കയറ്. പിന്നെ ഞാൻ ജ്യൂസ് അടിച്ച് ഈത്തപ്പഴത്തിനും പറങ്കട്ടയും ബദാം ഇട്ടിട്ട് നല്ല പാങ്ങൽ ജ്യൂസ് അടിച്ച് തൈര് എല്ലാം റെഡിയാക്കി ഞാൻ തിന്ന്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കുട്ടികളെ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ട് ഒന്ന് പറയണേ. ഓക്കെ, ബൈ.